It's the most beautiful time of the year. Lights fill the streets. കൃഷ്ണയുടെ ബ്ലോഗ് ഞാനാ ബ്ലോഗ് ചെയ്യണേ. ബൈ ബൈ ഡണ്ടേ. ഞങ്ങൾ ഡണ്ടയിൽ നിന്ന് പോവാണ്. ഞങ്ങൾ ഇനി ഗോവ ചെന്നിട്ട് ഞാൻ ഗോവ വേറെ ഇട്ടേക്കണം. ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി വേറെ അടുപ്പ് പോയിട്ട് അത് ഗോവ വേറെ ആക്കണേ തിരിച്ച്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാ. അത് കാണിച്ചേ. ഭയങ്കര തണുപ്പാ. ഓക്കെ ഔട്ട്ഫിറ്റ് ചേഞ്ച് കഴിഞ്ഞു. ഇപ്പൊ ഗോവ വേറെ ആയി എല്ലാവരും. ഒടുക്കത്തെ സൺ. അതെ. ഓ ഇന്ന് ഇപ്പൊ എല്ലാരും കാര്യം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. മറന്നുപോയോ? കണ്ണില് വെള്ളം വരെ അവളെ എഴുതി എന്നിട്ട് അവൾ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. നമ്മളിപ്പോ എന്താ കഴിക്കാൻ പോവാണ്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. അത് ഇനി എന്താണെന്ന് പോയി നോക്കണം. വിഭവ എന്താ സന്തൃഷ്ടമായോ? വിഭവ ഓക്കെ ചോദിച്ചു പഠിച്ചു. വിഭവ സമ്പൃഷ്ടമായ ഒരു പ്ലേറ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കിവിടെ ബ്രെഡ് ഉണ്ട്, പൂരി ഉണ്ട്, പൂരിക്ക് കറിയുണ്ട്, എന്താ വാട്ടർമെലൺ ഉണ്ട്, മുട്ടയുണ്ട്. ഭയങ്കര ഹെൽത്തി കുട്ടാ. അങ്ങനെ നമ്മൾ മോർണിംഗ് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. എല്ലാവരും ഫോട്ടോ എടുക്കലാണ്. എല്ലാവരും എന്നെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ തന്നെ. അല്ലെങ്കിൽ ഞങ്ങൾ യെസ് ഗൈസ്. അപ്പം നമുക്ക് കഴിക്കും. ഓ അവിടെ കുറേ ബ്രെഡ്. ഓക്കെ അപ്പം നമുക്ക് എന്താ ആദ്യം കഴിക്കണം? പൂരി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നിങ്ങളും ഇട് റിയാക്ഷൻ ഒക്കെ. ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാം. വീട്ടിൽ വിളിച്ചോ? കൊള്ളാം. ഇല്ല ഇല്ല വീട്ടിൽ വിളിക്കണം. പപ്പായ നല്ലതാണ്. കൊള്ളാം നല്ല ഫുഡ്. അങ്ങനെ നമ്മൾ ഫൈനലി ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എല്ലാവരും ലഗേജ് ഒക്കെ ആയിട്ട് വന്നിപ്പുണ്ട്. യെസ് തുടങ്ങി. യെസ് ഗോവയ്ക്ക് പോവാണ്. നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. പതിയെ ഇനി ഗോവയ്ക്ക് പോവാണ് ഗൈസ്. ബൈ. നമ്മള് ബസ്സിൽ കയറാൻ പോവാണ്. കൃഷ്ണ എന്തോ ചവിട്ടി. നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ചള്ളയെ പോയി ആണ് നമ്മുടെ ലോകം. അധോലോകം. അതെ അധോലോകം. അണ്ടർവേൾഡ് ആണ്. അണ്ടർവേൾഡ് അല്ല ബാക്ക്വേൾഡ്. ഇതെന്താ അറിയോ? ബഗീര. ഇത് കുറച്ച് കഴിഞ്ഞാൽ വെട്ടം കത്തും. ചുമല രാത്രി കത്തും. അതെ. നമ്മള് ഗോവയിലെത്തി ഗൈസ്. ഇപ്പം നമ്മള് ഹോട്ടലിൽ വന്ന ആദ്യം ലഞ്ച് കഴിക്കാൻ പോവാം. എല്ലാരും മടുത്തു. രാവിലെ എപ്പോ ഇറങ്ങുന്നത്? 10 മണിക്ക് എങ്ങാണ്ട് ഇറങ്ങില്ല. ഇപ്പൊ 2:30-3 മണി എങ്ങാണ്ടായില്ലേ? 3:30. 10 മണിക്ക് ഇറങ്ങി 3:30 ആയി. ഇത്രയും സമയം എടുത്ത് ഇവിടെ എത്താം. അപ്പൊ എല്ലാരും അത്യാവശ്യം മടുത്തു.
ഗായ്സ് നമ്മളിപ്പം ഗോവയിലെത്തി ഫ്രഷായി അഭിനയിച്ചു. പോവാ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഏതോ ഫോർട്ട് കാണാൻ. ഏത് ഫോർട്ടാ അറിയില്ല. നിനക്കറിയാം? എനിക്കറിയാം. ഏതാ പറ പോനെ? ചപ്പോറ ഫോർട്ട് കാണാൻ പോവാണ് ഗൈസ്. ട്രക്കിംഗ് കൊണ്ടിയാ. ട്രക്ക് ചെയ്ത് നമ്മൾ എവിടെ എത്തും? അതറിയില്ല. എവിടെയോ കൊണ്ടിറക്കും. എവിടെയോ ഇറക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ഥലം കാണും. അതെ. എന്നിട്ട് തിരിച്ച് നമ്മൾ ഡിന്നറിന് വരും. അതെ. എന്നിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് ഭാഗ്യം പോകും. 1 മണി വരെ അവിടെ. പിന്നല്ലേ 1:30 വരെ ബസ് ഇടും അവിടെ. ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഗോവ പ്ലാൻസ്. ബൈ. ബസ് കാണാം. ഹായ് ഗൈസ്. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. പട്ടിപ്പണി 1 കിലോമീറ്റർ നടത്തിച്ചു. കുറെ പശുമാമാന്റെ ഒക്കെ അരികത്ത് കൂടെ നോക്കൂ. അത്രയും വലിയ സാധനം ഞങ്ങൾ ചവിട്ടി കയറണം. അതെ, ആ വലിയ സാധനം കാണിച്ചു കേട്ടോ. ഞങ്ങള് ഇവിടെ താഴ്ന്ന് കേറി ഇവിടെ വരെ എന്തായിരുന്നു ഫോർട്ടിന്റെ പേര്? ചപ്പോറ ഫോർട്ട് എത്തി. ഇത് എത്തുന്നവരെ കാണിച്ചിട്ടുള്ളൂ. എങ്ങനെ എത്തിന്നവർ കാണിച്ചില്ല. ടോപ്പില് നല്ല കാറ്റുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. 5 മണി വരെ ഇവിടെ കേട്ടുള്ളൂ. ഇപ്പൊ സമയം 5:30. നമ്മുടെ പ്രതീക്ഷ കേറിയിട്ട് കാണാം. കേറി ഗൈസ്. നമ്മുടെ മുമ്പുണ്ടായിരുന്നവരെ കയറ്റിയില്ല, പക്ഷെ നമ്മളെ സക്സസ്ഫുള്ളി ഇങ്ങോട്ട് നമ്മള് ആനന്ദത്തിൽ അവര് പറഞ്ഞു ഷാരൂഖ് ഖാൻ ഇരുന്ന സ്ഥലത്തേക്കാ പോണെ. പൊളിഞ്ഞു പോയ അല്ലെങ്കിലും 10 വർഷം നീണ്ടിരിക്കുന്ന ഒന്നുമില്ല എന്നൊക്കെ പറയും. വെറുതെ എന്തെങ്കിലും ഒക്കെ കാണാതിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെ 10 വർഷം നീണ്ടു നിൽക്കുമെന്നാണ്. നല്ല കാറ്റ്. നല്ല രസമുണ്ട് ഇതിൽ നടക്കാൻ. സൺസെറ്റ് ആയി തുടങ്ങി. അതുകൊണ്ട് വലിയ വെയിൽ നമുക്ക് ഫീൽ ചെയ്യണ്ട. കാരണം ഈ പറഞ്ഞൊക്കെ കേക്കിട്ടോ എന്നുള്ളത് അറിയില്ല. നമ്മള് സെറ്റ് ആക്കി എടുക്കാം. സൺസെറ്റ് ആവുന്നോണ്ട് ഗ്ലോ സൺസെറ്റ് ആവുന്നോണ്ട് നമ്മള് ടാൻ അടിക്കണൊക്കെ വിചാരിച്ചു. വലിയ സീനൊന്നും ഇല്ല അല്ലേ മീനു? പറ മീനു. നമ്മള് സക്സസ്ഫുള്ളി അകത്ത് അതെ ഓടി വന്ന അവർ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം പിടിച്ചു വെച്ച് കേട്ടാൻ വേണ്ടിട്ട്. നമ്മളിവിടെ ചില പ്രത്യേക ടെക്നിക്സ് വഴി ഞങ്ങൾ അകത്ത് കയറി. എന്ത് ചെയ്യാൻ അതിലും ഭാഗ്യത്തിൽ കൂടുതലാ. സാധനത്തിന്റെ എക്സ്പ്രഷൻ എടുക്കാണ്ട പോയത് ഏതാന്നുള്ളത് അറിയില്ല. നമ്മള് കൊറേ എക്സ്പ്രഷൻ ഇട്ടിട്ട് പിന്നെ തിരിക്കുമ്പോ ഇത്രേ ഉള്ളോടാ. ഇതിൽ ഏതാ ഷാരൂഖ് ഖാൻ ചാരി ഇരുന്നേ? ഇതിലെവിടെയാ ഷാരൂഖ് ഖാൻ ചാരി? ഓ അത് നമ്മള് തിരിച്ച് അതെ റീബിൽഡ് ചെയ്തോണ്ടിരിക്കുക. ഷാരൂഖ് ഖാൻ ചാരി എവിടെ കാണുന്ന ഒന്നുമില്ല. അതെ, പക്ഷെ നമുക്ക് തിരിച്ച് പണിതെടുക്കാം. അത് നല്ല ടൈമിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വരേണ്ട സ്ഥലമായിരുന്നു ഇത്. പക്ഷെ നമ്മള് ലേറ്റ് ആയതുകൊണ്ട് ഈവനിങ് ആയിപ്പോയി. അപ്പൊ വെയില് കുറഞ്ഞു. വെയിലും കുറഞ്ഞു. നല്ല കാറ്റ്. നമുക്ക് പഞ്ചറിയായി. അതെ, നമുക്ക് എവിടെയാണ് എന്താല്ലേ വ്യൂ കാണണോ നിക്ക്? അതെ, വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ കാറ്റിന്റെ ഒച്ച കേട്ടോ. ഭയങ്കര കാറ്റാ. ലിറ്ററലി നല്ല കാറ്റ്. ഇവിടുത്തെ വ്യൂ കാണിച്ചിട്ട് നാല് സൈഡിലും നമുക്ക് ബീച്ചാണ്. സോറി, പുറകില് ബീച്ചില്ലേ, ബാക്കി എല്ലായിടത്തും ബീച്ചുണ്ട്. അയ്യോ ഇത്ര കാറ്റ്.
ബാ നമ്മുടെ ക്ലാസ് ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഗൈസ്. ഇതാണ് ജൂലിയ മിസ്, ഞങ്ങളുടെ സ്വന്തം ജൂലിയ മിസ്. ഇനി മിസ് പറഞ്ഞു എന്താണ് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? ഒരു അപാര ക്ലാസ് തന്നെയാണ്. പഠിത്തത്തിന് പഠിത്തം, കലയ്ക്ക് കല, നൃത്തത്തിന് നൃത്തം. നന്നായി നൃത്തം ചെയ്യാം. പിന്നെ അല്ലേ അതല്ല ഇവരെ കുറിച്ച് ചെയ്യാൻ പറ്റില്ല. നന്നായി നൃത്തം ചെയ്യും. കണ്ടോ ഇത്ര വൈബുള്ള ക്ലാസ് ടീച്ചറിനെ എവിടെ കിട്ടി? ഒരു എക്സാമിന് ഡേറ്റ് പറഞ്ഞാലോ പ്രാക്ടിക്കല് സബ്മിഷൻ പറഞ്ഞാലോ അന്ന് തന്നെ വെച്ചിരിക്കും. അന്ന് തന്നെ വെക്കും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നടന്ന് നമ്മളേതോ കാട്ടിലെത്തി. അയ്യോ എന്റെ തല പോണു. പിന്നല്ലേ എവിടൊക്കെയോ നമ്മൾ എത്തി കഴിച്ചു. അയ്യോ ജൂലിയ മിസ്സേ പുറകെ ഉണ്ടല്ലോ അല്ലേ? കണ്ടോ ഇതിപ്പോ മൊത്തം കാടായി. നമ്മള് കാടും മലയും താണ്ടി താണ്ടി എങ്ങോട്ടാ പോണേന്നല്ലേ കാണിക്കാം. അയ്യോ ഇനി വഴി കാണിച്ചു തരാം ഗൈസ്. ഓ ഈ ആംഗിൾ കൊള്ളാം. എന്ത് നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മള് ആ മല ഇറങ്ങി ഇറങ്ങി ഏതാണ്ട് ഇവിടം വരയ്ക്ക് എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണം. നമ്മള് ഇറങ്ങി അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലെല്ലാവരും കളിച്ചു. പിന്നെ നേരെ നമ്മൾ തിരിച്ചു പോന്നു റൂമിലേക്ക്. ബിക്കോസ് നമുക്ക് വന്ന് ഡിന്നർ കഴിച്ചിട്ട് വേണം ബാഗയിലേക്ക് പോകാൻ. ഹായ് ഗൈസ്, പോയതൊരു കോലത്തില് തിരിച്ചു വന്നത് വേറൊരു കോലത്തില്. ഹായ് ഗൈസ്, ഹലോ ഗൈസ്. അതെ അങ്ങനെ എല്ലാവരും തിരിച്ച് റൂമിലെത്തി. അടുത്ത ബാഗ ബീച്ച് ഔട്ട്ഫിറ്റ് ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങി വന്നു. അപ്പം നമ്മൾ നേരെ ഡിന്നർ കഴിച്ചു. കഴിച്ചിട്ട് നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്ക് പോവായിരുന്നു. കേൾക്കാൻ പറ്റിയില്ല. അവനവിടെ ഇതൊക്കെ ഇടുന്നുണ്ടോ? എന്താ തിന്നു എനിക്കറിയില്ല. നീ
ബാഗ ബീച്ചിൽ പോവാണ്. പേടിച്ചോയോ? പേടിക്കണ്ട. അപ്പൊ പെട്ടെന്ന് പേടിച്ചു. അപ്പൊ നമ്മള് ബാഗ ബീച്ചിൽ പോവാണ്. ഔട്ട്ഫിറ്റ് കാണിക്കാൻ പറ്റിയില്ല, എവിടെ വെക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാരും ഒരുങ്ങിട്ടുണ്ട്. ഇനി നട്ടപ്പാതിര രാത്രി 11-12 മണിയായപ്പോ പോവാണ് ബാഗ ബീച്ചിലേക്ക്. അതിങ്ങനെ അതെങ്ങനെ അതെ തിളങ്ങണം. പക്ഷെ നമ്മള് തിളങ്ങിപ്പോയിട്ട് ആവശ്യത്തിന് ഫോട്ടോസ് എടുക്കും, സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. കാര്യം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബാഗ ബീച്ചിലൂടെ ഇങ്ങനെ തേരാപ്പാരയൊക്കെ നടന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മള് ബാഗ ബീച്ചിൽ പോയി കുറെ നേരം തേരാപ്പാര നടന്നു. കൊള്ളത്തില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ വന്ന ടൈമിങ്ങിന്റെ ആണോ കൂട്ടത്തിന്റെ ആണോ എന്തിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് വന്നില്ല, സാറ്റിസ്ഫൈഡ് ആയില്ല. കാവടി തുള്ളി പോയിട്ട് ഒരു വഴി തിരിച്ചു വന്ന പോലെ. ശരിയാ, പ്രതീക്ഷ വിടരുത്. അതെ അതെ അതെ, നാളെ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ്. എന്താ കുറെ നേരം കടപ്പുറത്തോടെ നമ്മൾ തേരപ്പാര നടന്നു. പിന്നെ നമ്മള് സർപ്രൈസ് ആയിട്ട് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കൊള്ളായിരുന്നു. കുറച്ച് മെമ്മറീസ് കിട്ടി. പക്ഷെ കുറെ നടന്നു, ഭയങ്കര മണല്. നടന്നിട്ട് തീരുന്നില്ലായിരുന്നു. അത്രേ ഉള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ബാഗ ബീച്ച് എക്സ്പീരിയൻസ്. ഇപ്പൊ സമയം രാത്രി 2:30. അപ്പൊ നമ്മള് വീണ്ടും പൊന്നുകൊണ്ട് ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. ഇത് നമ്മുടെ ഹാവ്ലോക്ക് ടീം തരുന്നതാണ്. ഇത് കാണാം. Yeah.